ഇപ്പോൾ വെള്ളം അങ്ങോട്ട് പോയിന്നില്ലേ, ഇത് രാത്രി ആകുമ്പോഴേക്കും ഇത് 16 മീറ്റർ വരെ ഫുള്ള് വെള്ളത്തിൻ്റെ അണ്ടറിലായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. ഇന്നലെ ഉറങ്ങിയത് മാത്രം ഓർമ്മയുള്ളൂ. എൻ്റെ പൊന്നി ചത്ത് കിടന്ന് ഉറങ്ങി. വർക്കൗട്ടൊക്കെ പെട്ടെന്ന് തീർത്ത് തിരിച്ച് റൂമിൽ പോവാം. പെട്ടെന്ന് കുളിച്ച് ഇറങ്ങാം. അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ എയിം ചെയ്യണത് ഇവിടെ രണ്ട് സംഭവങ്ങളുള്ളൂ. ന്യൂ ബ്രൻസിക്കിൽ കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇമ്പ്രസ് ചെയ്താകെ രണ്ട് സാധനങ്ങളുള്ളൂ. അതിലൊന്നാണ് ഈ ബേ ഓഫ് ഫുണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബേ ഓഫ് ഫണ്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരമാലകൾ ഫുള്ള് വലിഞ്ഞു പോയി നാലത്തൂടെ നടക്കാൻ പറ്റുന്ന രീതിയിലാവുന്നു. നിങ്ങൾ വിചാരിക്കും അത് നമ്മുടെ നാട്ടിലുള്ളതല്ലേ. ഇതങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ റിവർ പോലെ ആയിരിക്കും. പിന്നെ ആ റിവറിലത്തെ വെള്ളം മൊത്തം വലിഞ്ഞു പോകും. എന്നിട്ട് നമുക്കതിവിടെ നടക്കാൻ പറ്റും. അപ്പോൾ അവിടെയുള്ള കല്ലുകളൊക്കെ അങ്ങനെ വെള്ളം വന്ന് അടിച്ച് തിരിച്ചു വലിഞ്ഞ് വർഷങ്ങളോളം അങ്ങനെ നടന്ന് അതിനൊരു ഷേപ്പായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മാഗ്നറ്റിക് ഹില്ലുണ്ട്. നമ്മൾ ലഡാക്കിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മല ഇങ്ങനെ കയറ്റത്തിലാണെങ്കിൽ പോലും വണ്ടി ഓഫ് ചെയ്തിട്ട് മുകളിൽ കയറി പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഇവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ആകെ ഉള്ളൂ. ഇതൊരു ചെറിയൊരു സ്റ്റേറ്റാണ്, ചെറിയൊരു പ്രൊവിൻസാണ്. നല്ല സണ്ണി ഡേ, പക്ഷെ ചെറിയൊരു തണുപ്പുണ്ട്. എന്നാലും നമ്മൾ ജാക്കറ്റ് നമ്മൾ പോയി ചെക്കൗട്ട് ചെയ്യുമ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ട് വെച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിന്ന ഹോട്ടലിൻ്റെ അടിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അവിടേക്കാണ് പോയേ. ഇത് ഹോട്ടലിൻ്റെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പഴയ ഒരു ഹോട്ടലാണ്. ഇവർ മ്യൂസിക്കിൻ്റെ കുറേ സാധനങ്ങൾ റെഫറൻസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നീ എടുത്തോ. ഇതിവിടെ സാലഡ്സും പാസ്താസും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല സൂപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ എടുക്കുന്നുണ്ട് ഫുഡ്. ഞാൻ ഇതെടുത്തേ. എങ്ങനെയുണ്ട്? നല്ല ബേക്കണ, അടിപൊളി കേട്ടോ. ഇവിടുത്തെ സർവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുഡ് കാണിച്ചിട്ടു, ഫുഡ് നല്ല. പിന്നെ ഇവരുടെ സർവീസ് അടിപൊളിയാണ്. ഹോട്ടലിൻ്റെ സർവീസ് നല്ലതായിരുന്നു, റെസ്റ്റോറൻറ്റിന് നല്ലതാണ്, നല്ല ആൾക്കാർ. ഞങ്ങൾ പുറത്തൊക്കെ നിൽക്കണ സമയത്ത് വന്ന് നമ്മളോട് വെറുതെ ഒക്കെ സംസാരിച്ചിട്ട് പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥലമല്ല, ഈ ഹോട്ടലിൻ്റെ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ ഇന്നലെ നിന്ന സ്ഥലം അടിപൊളിയായിരുന്നു കേട്ടോ. അത് എനിക്ക് 1000 സംതിങ് റേറ്റിംഗ് ഉണ്ടായിരുന്ന അവിടെയുള്ള ആകെ ഹോട്ടലതാ. ഇവിടെ വലിയ ഹോട്ടലുകൾ പോലും 300 സംതിങ്. അതെ, ഭയങ്കര അഫോർഡബിളും ആണ്, നല്ല സർവീസും ആണ്. അത്യാവശ്യം എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്, പൂളുണ്ട്, ജിമ്മുണ്ട്. എനിക്കിന്ന് കാലത്ത് പോയി ജിമ്മും ചെയ്യാൻ പറ്റി. അത്യാവശ്യം അതെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹോളിഡേയിൽ പോയിട്ട് അവര് ഒരു മൈക്രോവേവിന് എക്സ്ട്രാ $10 തരാൻ പറഞ്ഞു. ഇവിടെ ഒരു 2 സോഫ, ഫ്രിഡ്ജ്, മൈക്രോവേവ് ഒക്കെ ഒരു ബേസിക് റൂമിന്റെ കാര്യം പറയണ്ട. നമ്മൾ ഹൈ എൻഡ് ഇതിൽ ലക്ഷറി റൂംസുകളുണ്ട്, അതൊന്നല്ല. നമ്മൾ നോർമൽ ഒരു സ്റ്റാൻഡേർഡ് റൂമിനാണ് അവർ ഇതൊക്കെ ബേസിക് അമ്യൂണിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ ഐ ലൈക്ക് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോണ ലൊക്കേഷൻ ഈ ബേ ഓഫ് ഫണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇത് ഈ ന്യൂ ബ്രൻസിക്കും നവാസ്കോഷ്യയുടെ നടുക്കുള്ളൊരു സ്ഥലമാണ്. അത് ലോകത്ത് തന്നെ ഏറ്റവും ഹയസ്റ്റ് ടൈഡ്സ് വരുന്ന സ്ഥലം കേട്ടോ. പിന്നെ അതിൽ തന്നെ ഒരു ഹോപ്പ് വെൽ എന്ന് പറഞ്ഞ റോക്സാണ് ഈ ന്യൂ ബ്രൻസിക്കിലത്തെ ഏറ്റവും ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ആദ്യം പോകുന്നത്. നമ്മൾ ഫുണ്ടി എത്തിയിരിക്കുന്നു. ഫുണ്ടിയില് പാർക്കിംഗ്. ഓ, അന്ന എക്സൈറ്റഡ് ആണോ ഫുണ്ടി കാണാൻ? പിന്നെ കരിഞ്ഞ വെള്ളം ഭാഗം ഹൈയസ്റ്റ് ടൈഡ്, ഏറ്റവും ഹൈയസ്റ്റ് 60 മീറ്റേഴ്സ് വരെ ഹൈ ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ഹെവി ടൈഡ്സ് കാരണം വെള്ളം ഭയങ്കര എന്താ പറയുക, സെഡിമെന്റ്സ് ഒക്കെ മിക്സായി ഒരു ബ്രൗണിഷ് അപ്പിയറൻസ് ഉള്ളത്. ഇവക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല കേട്ടോ. ഇതേ സാധനം ഞാൻ മലയാളത്തിൽ പറയാം. ബ്രൗൺ കളറിൽ ഇരിക്കുന്ന ഞാൻ മലയാളമല്ലേ പറയുന്നേ. ചുമ്മാ സോറി. എന്ത് ചെളിയാ. അന്ന് പൊളിച്ചിറങ്ങി വരുമ്പോ ഇരിക്കുന്ന പോലെ ഇരിക്കും.
ഫുൾ ചെളിയാ. ഇത് ഫുൾ ചെളി വെള്ള ഗൈസ്. ഒരു ഫുൾ ബേ മൊത്തം ചെളി. ഓ, ചെളിവെള്ളം കാണാൻ നമ്മൾ 2 മണിക്കൂർ വിളിച്ചു വന്നില്ലേ. പക്ഷെ ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാ കാണണേ. എനിക്കൊരു വലിയ വണ്ടറാട്ടോ. അന്നക്കിത് ചെളിവെള്ളം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് തല കാണല്ലേ. സോറി, നമ്മൾ പിടിക്കാൻ പോണേ. ഇവള് ഷട്ടലിൽ പോവാന്ന് പറഞ്ഞേ. സമയം ലഭിക്കും. അവരെന്താ സംഭവം കാണിച്ചും തരും, പറഞ്ഞും തരും. പനിയായിട്ടുള്ള എണ്ണയും പിടിച്ച് നടത്തിക്കും. പക്ഷെ എന്തെല്ലാം ഫ്രഷ് എയർ അല്ല. ഇത് മൂക്കിന് വേനെടുക്കുന്ന രീതിയിലുള്ള എയറാ. ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ എത്ര ഫ്രഷ് ആയിരിക്കുന്നു. അതിന്റെ നടുക്ക് ഫോട്ടോ എടുക്കാൻ വേണേ നമുക്ക്. ഫോട്ടോ എടുക്കാം ഗൈസ്. ഇതാണ് പറഞ്ഞ സ്ഥലം കേട്ടോ. എന്നെ ചെളിയല്ലേ, ചെളിയല്ലേ. ഈ ലെവല് വരെ വെള്ളം വരും, മനസ്സിലായോ? ഇപ്പൊ വെള്ളം അങ്ങോട്ട് പോയിന്നില്ലേ. ഇത് രാത്രി ആവുമ്പോഴേക്കും ഇത് 16 മീറ്റർ വരെ ഫുള്ള് വെള്ളത്തിന്റെ അണ്ടറിലായിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ ഇവിടെ ഫ്രണ്ട് ഡെസ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 12.5 മണിക്കൂറിലാണ് ഇവരുടെ ഈ ടൈഡൽ സൈക്കിൾ നടക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കാണ് ഇപ്പോൾ ടൈഡ് ഹൈ ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് വരുന്നത് മിഡ് നൈറ്റിനായിരിക്കും. ഈ കല്ലുമ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ റബ്ബറി പോലത്തെ പ്ലാന്റ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് സീവീഡാണ്, ഇതിനെ മെറീൻ ആൽഗെ എന്ന് പറയണേ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു റബ്ബർ പോലെ, ഇത് വലിക്കുമ്പോൾ റബ്ബറി ഫീലാണ്. ഇത് എല്ലാം കല്ലിൻ്റെ അടിയിലുണ്ടായിരുന്നു. ബേ ഓഫ് ബെണ്ടി, എന്താ ബേ ഓഫ് ബുണ്ടി. ആ സ്ഥലം ഫുള്ള് ചെളിയാ, അറ്റ വരെ ചെളിയത്. അവിടുത്തെ എൻഡില് മാത്രം ഇച്ചിരി ക്ലിയർ വാട്ടർ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ഫുൾ കടലിൽ മൊത്തം ചെളി. അല്ല, ഇവിടെ എത്ര വൃത്തിക്ക് ഇത് മറ്റേ പ്രിസർവ് ചെയ്തേക്കുന്ന വലിയൊരു ടൂറിസ്റ്റ് പ്ലോസ്റ്റ് ഒക്കെ ആക്കിയിട്ട്. ലൈക്ക് ഇതിനെക്കാട്ടും 10 ബെറ്റർ പ്ലേസസ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പിന്നല്ലാതെ. പക്ഷെ ഇവരെന്ത് നല്ലതായിട്ടാ ബിൽഡ് ചെയ്ത് അവിടെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ ആക്കി നല്ല ഭംഗിക്ക് വെച്ചേക്കുന്ന ട്രെയിലൊക്കെ ആക്കിയിട്ടേ. നമുക്ക് പോവാം എന്തായാലും. കഴിഞ്ഞ് ഇനി പോവാം. നമ്മളെ ഷൂ ഒക്കെ അഴുക്കായിരിക്കുന്നു. പക്ഷെ ഇത് ഉണ്ട് കേട്ടോ, സാധനം ഉണ്ട്. ഞാനോർത്ത് വെയിലും കൊണ്ട് ഒരു ഉണക്ക റോക്കും കാണുന്നതാണ്. പക്ഷെ രസമുണ്ട്, നല്ല ക്ലൈമറ്റും. ഇപ്പൊ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോ അത്ര വലിയ സംഭവമായിട്ട് തോന്നുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ കല്ലുകൾ ഇരിക്കുന്ന കാണാൻ. ഈ ചെളി, ഈ ഇത് വരുന്നു, ഈ തിരമാല വരുന്ന ചെളി തിരമാല, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ട ഗൈസ്, ഓരോരോ സ്ഥലത്ത് അതിലൂടെ അടിയെ പോവാൻ, ഇതിലൂടെ അടി വരും, ഇതിലൂടെ മുകളിലേക്ക് പോവും. അങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട്. നമ്മളൊക്കെ നാട്ടിലാണ് ഇതിലൂടെ ഒരാൾ ഊർന്നു വരും. ഇതിലൂടെ നമ്മുടെ നാട്ടിനെ കളിയാക്കല്ലോ കേട്ടോ. അത്ര പോപ്പുലേഷൻ ഉള്ള കാരണം അങ്ങനെയൊക്കെ വരേണ്ടി വരടി. ഞാൻ ഡൽഹി മെട്രോയിൽ അങ്ങനെ പോവാറുണ്ട്. അല്ല, നീ അപ്പൊ പ്രശ്നം. അടിയിൽ നിറച്ച ചെളിയായ കാരണം നമ്മളിവിടെ മുകളിൽ കയറി വന്നപ്പോൾ തന്നെ അവിടെ പൈപ്പും ബ്രഷൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഷൂ ഒക്കെ നമ്മൾ തന്നെ കഴുകാൻ പറ്റി. വേട്ടാ നല്ല തണുത്തുള്ള ഇവളെ കൊണ്ട് പണി എടുപ്പിക്കുന്നല്ല. യൂഷ്വലി ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നമ്മൾ എവിടേക്ക് പോയാലും നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ എവിടേക്ക് പോയാലും ആ സ്ഥലത്തെ സൂവനിയേഴ്സ് വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൂവനിയർ ഷോപ്പ് ഉണ്ട്. പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതെന്തെങ്കിലും വാങ്ങിച്ച് പൈസ ചിലവാക്കാനില്ല, ഓർമ്മയ്ക്ക്. അല്ല, $10 $5 ഉണ്ട്. ചെറിയ സൂവനിയർ ഷോപ്പാണ്. ഇതാണോ? എന്തൊക്കെയുണ്ട് ഇവിടെ? കുറേ സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഇത് നമുക്ക് നമ്മുടെ കളക്ഷനിൽ വയ്ക്കാം. ചെറിയൊരു മ്യൂസിയം. എനിക്ക് തിമിംഗലത്തിന്റെ വാലി. ഇവിടെയും വെയിൽ വാച്ചിങ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ?
അതുകൂടെയൊക്കെ നമുക്ക് കയാക്ക് ചെയ്ത് പോകാൻ പറ്റും. നമ്മളിപ്പോൾ പോയപ്പോൾ ഇതായിരുന്ന അവസ്ഥ. ഇതല്ല, ലോ ടൈഡ്സ് ആയിരുന്നു നമ്മൾ പോയപ്പോൾ. ഇത് മീഡിയം ടൈഡ്സ്. ഇത് രാത്രി ആകുമ്പോൾ അത് ഇങ്ങനെയാവും. രാത്രി എന്ന് പറഞ്ഞാൽ ഉച്ചരിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം വന്നു തുടങ്ങുന്നു തോന്നുന്നു. ഇതാണ് അതിന്റെ മിനിയേച്ചർ മേടിച്ചത്. കാണാല്ലേ? ഇത് കണ്ടോ, ഇതിന്റെ ബോൺ ഒരെണ്ണിരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഇത് നല്ല സ്ഥലമാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു ചെറിയ സൂവനിയറും വാങ്ങിച്ചു. നമ്മൾ അവിടുത്തെ മ്യൂസിയമും കണ്ടു. നിങ്ങൾ കണ്ടില്ലേ ഹൈ ടൈഡ് ലോ ടൈഡിന്റെ സമയത്തത്തെ വ്യത്യാസം? അതിൻ്റെ ഉള്ളിൽ കൂടെ ബോട്ട് പോലും പോവും. നമ്മളിപ്പോ ഒരു വോഫിൾ കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു പോണ വഴിയിൽ നിന്ന് ഒരു വോഫിൾ, എന്താ അതിന്റെ പേര്? വാക്കി വണ്ടർഫുൾ വാഫിൾസ്. അതെ, എന്താ വാക്കി വണ്ടർഫുൾ വാഫിൾസ്. വാഫിൾസ്. എലിയസ് ജാക്കി. ഓ സീനാട്ടന്നെ മിണ്ടണ്ട, ഇറങ്ങിക്കോ. നമ്മള് ഡോറ് തപ്പി 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 കൊറേ സ്ഥലത്തേക്ക് പോയിട്ട്. ഹലോ. വേറൊരു സംഭവം നോട്ടീസ് ചെയ്തത്, ഒരു കൾച്ചറൽ ഡിഫറൻസ് ഫീൽ ചെയ്തേ. നമ്മള് ഒണ്ടാരിന്ന് ക്യൂബെക്ക് പോകുമ്പോൾ നമുക്കൊരു ഇതുണ്ട്, ഒരു ഫീൽ അടിക്കും. ആൾക്കാർ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ അടിക്കും, ഒരു പുച്ഛ നോട്ടായിരിക്കും. അത് നമ്മളോട് മാത്രമല്ല, അത് ഒണ്ടാരിയോ എന്ന് പറയുന്ന എല്ലാവരോടും, കാനഡ അവർക്ക് എല്ലാവരോടും ഇങ്ങനെ ഒരു മോന്തയാണ്. അപ്പോൾ ഫ്രഞ്ച് അറിയാത്ത എല്ലാവർക്കും അവർ, അതെ, നമ്മൾ അത് എന്നോട് അവിടെ ഞാൻ മോണ്ട്രിയിൽ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് നമ്മൾ ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളത് താല്പര്യം ഉണ്ടാകും. പക്ഷേ ഫ്രഞ്ച് അറിയാത്ത ആൾക്കാരെല്ലാവരോടും ഇങ്ങനെയായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് വന്നു. ഇവിടെ എന്ത് അടിപൊളി ഹോസ്പിറ്റാലിറ്റി എന്നറിയോ. എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്ത് ഇതുവരെ കണ്ടതിൽ. ഇതുവരെ നമ്മൾ നിന്ന സ്ഥലത്തും, അതെ, ഞങ്ങൾ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ അപ്പാവന്മാരിങ്ങനെ നോക്കുക. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നോക്കിയിട്ട് ചിരി വാനിക്കാൻ വേണ്ടി ചിരിക്കണം, നോക്കണ പോലെ തോന്നും. നമ്മുടെ സാധനങ്ങൾ നിന്റെ കാണാൻ ഇച്ചിരി കൂടെ രസമുണ്ടല്ലോ. എക്സ്ചേഞ്ച് എൻ്റെ നിറച്ച് പീനട്ട് ബട്ടറും കപ്പലണ്ടിയും ഒക്കെ ആയിട്ടുള്ള സാധനം കേട്ടോ. ഇങ്ങനെയുണ്ട്, എങ്ങനെ സെറ്റപ്പാ? പൊളിയാ, അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മളവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നില്ല വഫിൾ? ഇഷ്ടപ്പെട്ടാ? നല്ല വഫിളായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ 4 മണിയായി. നമ്മളിങ്ങനെ ഡയറക്റ്റ് നോവസ്കോഷ്യയിലേക്കാണ്. അവിടെ ബെഡക്റ്റ് ഈ പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 5 മണിക്കൂർ എന്തോ ഉണ്ട്. നമുക്ക് ഇനി അവിടെ പോവാം. ഓക്കെ. ന്യൂ ബ്രൺസിക്ക് വിടുന്നേക്കാളും മുമ്പ് നമ്മൾ മാഗ്നറ്റിക് ഹില്ലും കൂടിയും പോയിട്ടോ. അത് കാണാൻ നമ്മൾ പോണ വഴിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വണ്ടി അവള് ന്യൂട്രലിലിട്ടു. ന്യൂട്രലിലിട്ടു. ബ്രേക്ക് റിലീസ് ചെയ്യാനാണ് അവർ പറയണേ. വണ്ടി ന്യൂട്രലിലാണേ. ഇത് കാറ്റാട്ടോ ഗൈസ്. നമ്മൾ ഈ സംഭവം 2-3 വർഷം ട്രൈ ചെയ്ത് നോക്കിട്ടോ. നമ്മുടെ കൂടെ വെവ്വേറെ വണ്ടികളും വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു കൗതുകം തന്നെയാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നു മാഗ്നറ്റിക് ഹില്ല്. അവിടെ മെയിൻലി വലിയ അങ്ങനെ നമ്മൾ ലഡാക്ക് പോലെ വലിയ റോഡും നല്ലൊരു ചെറിയ ഏരിയയിൽ മാത്രമാണ് ഈ ഒരു സംഭവം ഉള്ളത്. അത് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗൈസ്. ഇവിടെ നോക്ക് എൻ്റെ പേരില്. നമ്മളിപ്പോ പോണ സ്ഥലത്തിന്റെ പേര് തത്തമ്മ കൂച്ചി. ഇതാണ് ഞാൻ ഒരു 5 മണിക്കൂറായി സഹിക്കുന്ന ആള് ഗൈസ്. ഇപ്പോൾ 10-10:30 ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പം ഞങ്ങളൊരു ഗ്യാസ് സ്റ്റേഷനിൽ പെട്രോൾ അടിക്കാൻ നിർത്തി വെക്കാം. അങ്ങനെ ടയർഡാണോ എൻ്റെ? തലവേനെടുത്ത് ചാവുന്നു. ഓ മൈ ഗോഡ്. നമ്മൾ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുന്നു. രാത്രി കറക്റ്റ് 12 മണിയാവാൻ 5 മിനിറ്റ് കൂടി ബാക്കി. ഇതല്ല എൻട്രൻസ് കിട്ടിയതാ. അതെ, ഒബേഗർ ഗിസ്ലി. വലുതാണല്ലോ, അത്യാവശ്യം വലുതാണല്ലോ. അത്യാവശ്യം വലുതാണല്ലോ. ഈ 12 മണിയായി കാരണേ ഇതിൻ്റെ എൻട്രൻസ് അടിപൊളി കേട്ടോ.
12 മണി ആയ കാരണം ഇവരൊക്കെ ഇവരുടെ ഇത് അടച്ചു എന്ന് അവർ പറഞ്ഞേ. അപ്പോൾ അവർ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ അയച്ചു തന്നിട്ട് അന്നത് വായിച്ച് ഫോളോ ചെയ്യുക. അവർ ഇവിടെ എവിടെ വെച്ചിട്ടുണ്ട് ചാവി. റിസപ്ഷനിൽ ബ്രൗൺ പോഡിയം ആൻഡ് ഇൻ ദി ഓപ്പൺ ഡ്രോയർ there is an envelope with your name and ഹിവിറ്റ് ചവറാട്ടിൽ. വാവ്, എൻ്റെ നെയിം ചവറാട്ടിൽ നട്ടോ അയച്ചോക്കണം കേട്ടോ. ഇവിടെ നല്ല രസമില്ലേ സ്ഥലം? കാലത്ത് വന്ന് നമുക്ക് ഇവിടെ ഇരിക്കേ, തണുപ്പത്ത്. ഇവിടെ ഒരു മദാമ ഇട്ടിരിക്കുന്നുണ്ട്, കുടം പിടിച്ചിരിക്കുന്നുണ്ട്. തണുക്കുന്നുണ്ടോ എൻ്റെ കുട്ടി? തണുക്കുന്നുണ്ടോ? തണുക്കുന്ന മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. 212 213. അപ്പോൾ ഗൈസ് നമ്മൾ റൂമിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. റൂം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു തന്നെ. യെസ്, ഈ ഇന്നലത്തെ പോലെ സെയിം തന്നെ. നമുക്ക് പറഞ്ഞ ആ പ്രൈസിന് ഏറ്റവും അടിപൊളി രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിങ്ങളിന്ന് ഇപ്പോൾ കണ്ടില്ലേ, ഇതിന് കാലത്ത് നല്ല വ്യൂ ആണ്. അപ്പോൾ അതെന്തായാലും അടുത്ത വീഡിയോയിലുണ്ട്. നമുക്ക് നാളെ രാവിലെ എണീറ്റിട്ട് നടക്കാൻ പോയില്ലേ കൂടെ പ്രോപ്പർട്ടിയിൽ പല ഹൗസസ് ഒക്കെ ഇല്ലേ. അപ്പം ഹെലൻ ഹൗസും അതിൽ കൂടെ ഹിൽ ടോപ്പിലൊക്കെ കൂടെ നടക്കാൻ പോകാം. ഇവിടെ ഒരു ഓരോരോ ബിൽഡിങ്ങിന് ഓരോരോ പേര് കൊടുത്തു പോകണേ. അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ഫുള്ള് നാളെ കാലത്ത് ചുറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് അടുത്ത വീഡിയോയിൽ അത് വരുന്നതായിരിക്കും. പിന്നെ നവസ്കോഷ്യയിലെ ഏറ്റവും അടിപൊളി റോഡുണ്ട്, കേപ്പ് ബ്രിട്ടൻ എന്താ സീനിക് റൂട്ട് എന്നതിനെ പറയാം. അപ്പോൾ അത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ. പാവം പനിയാട്ടോ, പനി പിടിച്ചിരിക്കുക. ഗുഡ് നൈറ്റ്.